ഫ്രണ്ട്സ്, പേരൻസിനും കുട്ടികൾക്കും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ഭയങ്കരമായ ഒരു ഡൗട്ടാണ് BSc നഴ്സിംഗ് അബ്രോഡ് ഏത് കൺട്രിയിലാണ് ഏറ്റവും നല്ലത് പഠിക്കാൻ എന്നുള്ളത്. സോ അതിനുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വരുന്നത്. അത് ഇറ്റ്സ് നൺ അനദർ ദാൻ ദ കൺട്രി ജോർജിയ. ജോർജിയ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ്. എല്ലാവർക്കും പറയാം, ഇറ്റ്സ് യൂറോപ്യൻ കൺട്രി. ഇറ്റ്സ് ഇൻ സെന്റർ ഓഫ് യൂറോപ്പ് ആൻഡ് ഏഷ്യ. അത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ജോർജിയ എന്ന് പറയുന്നത്. അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടിബ്ലിസി ആണ്. ഒരുപാട് മെഡിക്കൽ കോഴ്സസ് ഉള്ള ചെയ്യുന്ന ഒരുപാട് അക്രിഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉള്ള ഒരു കൺട്രിയാണ് ജോർജിയ. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ജോർജിയയിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലായിരിക്കും ഏറ്റവും നല്ലത്? സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ആണ്. വൈ? ദർ ആർ സെവറൽ റീസൺസ്. ഫസ്റ്റ് വൺ, അത് വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഇൻ ജോർജിയ ആണ്. അതിന്റെ ലൊക്കേഷൻ ആണ് മെയിൻ. അത് ലൊക്കേറ്റഡ് ഇൻ ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ടിബ്ലിസി. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോട്ട് ഓഫ് അക്രീഷൻസ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഒരുപാട് സൗത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് അവിടെ ഉണ്ട്. അതിന് നിയർ ബൈ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ അതിന് ഇറ്റ്സ് ഓൺ മെഡിക്കൽ കോളേജും ഉണ്ട്. സോ നെക്സ്റ്റ് കംസ് അബൌട്ട് ദ ക്രൈറ്റീരിയ. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ, എനിക്ക് ആപ്ലിക്കേഷൻ ഇടുന്ന ഒരുപാട് കുട്ടികൾ 50%, 52% ഒക്കെ ഉള്ള കുട്ടികളാണ്. ദേ വിൽ ആസ്ക്, എനിക്ക് 50% മാർക്കുണ്ട്, എനിക്ക് പോകാൻ പറ്റുമോ? എനിക്ക് 53% മാർക്കുണ്ട്, എനിക്ക് പോകാൻ പറ്റുമോ? ദ ആൻസർ ഈസ് യെസ്. സോ 50 to 55% എബോവ് ഉള്ള എല്ലാ കുട്ടികൾക്കും നമുക്ക് BSc നഴ്സിംഗ് കോഴ്സ് നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ പഠിക്കാൻ പറ്റും. പിന്നെ അടുത്ത ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതിന് IELTS ലാംഗ്വേജ് ടെസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ജോർജിയയിൽ മെഡിക്കൽ കോഴ്സസ് ഒന്നിനും, BSc നഴ്സിംഗ് മാത്രമല്ല, ഒരു കോഴ്സിന് നമുക്ക് IELTS ഇല്ല. സോ അടുത്തതായിട്ട് കുട്ടികൾ ചോദിക്കുന്നത്, എനിക്ക് കുറച്ച് 2 to 3 years ഓഫ് ഗ്യാപ്പ് ഉണ്ട്, അത് ഓക്കെ ആണോ എന്നുള്ളത്. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ നമുക്ക് BSc നഴ്സിംഗ് പഠിക്കാൻ 5 to 10 years ഓഫ് ഗ്യാപ്പ് വിത്ത് പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനൊരു കുഴപ്പവുമില്ല. ദേ വിൽ ഗീവ് ഓഫർ ലെറ്റർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചില കുട്ടികൾ എൻ്റെ അടുത്ത് വരും, എനിക്ക് ഹ്യൂമാനിറ്റീസ് ആണ് ഞാൻ പഠിച്ചത്, ഞാൻ കൊമേഴ്സ് ആണ് പഠിച്ചത്, നൗ ഐ വോണ്ട് ടു ചേഞ്ച് ദ സ്ട്രീം ഓഫ് എഡ്യൂക്കേഷൻ. അങ്ങനെയുള്ള കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് വരും. അത് നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ BSc നഴ്സിംഗിന് ഏത് സ്ട്രീം പഠിച്ചാലും നമുക്ക് അവിടെ ആ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് BSc നഴ്സിംഗ് പഠിക്കാൻ പറ്റും. ദേ വിൽ ഗീവ് ഓഫർ ലെറ്റർ ഇൻ 1 to 2 weeks. ഇനി അടുത്തതായി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പാർട്ട് ടൈം ജോബിനെ പറ്റി. എനിക്കവിടെ പാർട്ട് ടൈം ജോബ് ചെയ്ത് എൻ്റെ ലിവിങ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. ദ ആൻസർ ഈസ് യെസ്. എല്ലാ കൺട്രിയെ പോലെ തന്നെ ജോർജിയയിലും പാർട്ട് ടൈം ജോബ് അവൈലബിൾ ആണ്. ടൈം റെസ്ട്രിക്ഷൻ ഒന്നും തന്നെ ഇല്ല. വേജ് റേറ്റ് എന്ന് പറയുന്നത് പെർ അവർ $8 to $10 ആണ്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് നമ്മൾ BSc നഴ്സിംഗ് ജോർജിയയിൽ പോയി പഠിക്കുന്നത്? നമുക്ക് 1,00,000 താഴെയോ അല്ലെങ്കിൽ 50,000, 80,000 ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ പഠിച്ചൂടെ? ദ ആൻസർ ഈസ് ഓൺലി വൺ തിങ്, ദാറ്റ് ഈസ് വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. അവിടെ നമ്മൾ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ഭയങ്കര അധികമാണ്. പിന്നെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് കോഴ്സ് ഇറ്റ്സ് മോർ. പിന്നെ അവിടെ പ്രാക്ടിക്കൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ്. നമ്മൾ നാട്ടിൽ പഠിക്കുമ്പോൾ മോർ ഇൻടു തിയറിറ്റിക്കൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ, ബട്ട് ജോർജിയയിൽ പഠിക്കുമ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ് ഉള്ളത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ദേ പ്രൊവൈഡ് ഇന്റേൺഷിപ്പ്. എല്ലാ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സസിനും അവർ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നമുക്ക് ഒരു വെളിനാട്ടിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അബ്രോഡ് പഠിക്കുമ്പോൾ, ജോർജിയ പോലുള്ള കൺട്രിയിൽ പഠിക്കുമ്പോൾ ഇന്റർനാഷണൽ എക്സ്പോഷർ നമുക്ക് അധികமாக നമ്മുടെ കുട്ടികൾക്ക് കിട്ടും. പിന്നെ എല്ലാ കുട്ടികളുടെയും ഒരു ഡ്രീം അംബീഷൻ ആണ്, ഇപ്പം അബ്രോഡിൽ പോയി പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ജർമ്മനിയിൽ പോയി സെറ്റിൽ ചെയ്യാം, ജർമ്മനിയിൽ പോയി വർക്ക് ചെയ്യാം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഡ്രീമാണ്, പുതിയ കുട്ടികളുടെ. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ ജർമ്മൻ പഠിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. സോ നിങ്ങൾ 4 വർഷം BSc നഴ്സിംഗ് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജിലും പ്രാവീണ്യം നേടാൻ പറ്റും. നമ്മുടെ BSc നഴ്സിംഗ് ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ ഇൻടേക്ക് എന്ന് പറയുന്നത് സെപ്റ്റംബർ to ഒക്ടോബർ ആണ്. സോ ആപ്ലിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സീറ്റ്സ് ആർ ഫില്ലിംഗ് സോ ഫാസ്റ്റ്. നമ്മൾ ഇപ്പം തന്നെ ആപ്ലിക്കേഷൻ ഇട്ടാൽ മാത്രമേ നമുക്ക് എത്രയും പെട്ടെന്ന് വിസ സ്റ്റേജിലോട്ടൊക്കെ പോയി ഇറ്റ് റിക്വയർസ് മിനിമം 2 to 3 months. സോ നമുക്ക് സെപ്റ്റംബറിലേക്ക് വേണ്ടിയിട്ട് പോകാൻ പറ്റൂ. സോ നിങ്ങളുടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യു ക്യാൻ കോൺടാക്ട് us, Grace Study Abroad, Chennai. You can contact the below number. The number is 9025105650. Thank you.